ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D മോഡലിംഗ് ആണ്. ഒരു ബസ്സിൻ്റെ മോഡലിംഗ് ആണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ഫേവറേറ്റ് സെഡ് എസ്ട്ര ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് സെഡ് എസ്ട്ര ആണ്. പിന്നെ സെഡ് എസ്ട്ര ആൻഡ് സെഡോൺ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്പ്. ആപ്പിൻ്റെ പേര് 3D മോഡലിംഗ് ആപ്പ് എന്നാണ്. സോ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ആർട്ട് വർക്ക്സ് ആണ്. ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെഡ് എസ്ട്രയാണ്. സെഡ് എസ്ട്ര ഇപ്പോൾ ഇത് ചെയ്തതിനുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി സെഡ് എസ്ട്ര ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽസ് സെലക്ട് ചെയ്തിട്ട് ന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ പേജ് വന്നതിന് ശേഷം നമുക്കിത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന ലൈബ്രറി ഇല്ലേ, ഈ ലൈബ്രറി നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ ഇങ്ങനെ വരുന്നില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പോയിട്ട് ഷേപ്സ് കണ്ടോ, ബേസിക് ഷേപ്സിൽ പോയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമുക്കൊരു ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്യൂബ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ദെൻ ക്യൂബ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായി വരും. നമുക്ക് അപ്പ് ചെയ്യുക, അങ്ങനെ കൊണ്ടുവരാം കേട്ടോ, കറക്ഷൻ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐക്കണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നാണ് ഉണ്ടാക്കി വരാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നീളം ജസ്റ്റ് കൂട്ടി നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഇക്കിൻ്റെ ചിഹ്നം എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എഡ്ജസ് ആണ്. ഓക്കെ, ദെൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ സ്ക്വയറിന്മേ 1 ടാപ്പ് പണി ചെയ്താൽ ഇങ്ങനെ വരും. ദെൻ നമ്മളിതിൽ എക്സ്ട്രൂഡ് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇവിടെ ഒരു ബ്ലോക്ക് കൂടി വരും. ഓക്കെ, ദെൻ നമുക്കിത് വേണ്ട, പകരം റീസെറ്റ് എന്ന ബട്ടൺ നിൽക്കുക, ഇങ്ങനെ പോകും. ഓക്കെ, ദെൻ 1 മോർ ടൈം റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗം കുറച്ചൊന്ന് നീളം കൂട്ടണം, അതായത് കുറച്ചൊന്ന് തള്ളി വെക്കണം. അതിന് വേണ്ടി നമ്മൾ സ്റ്റിക്ക് എടുത്തതിന് ശേഷം അടിഭാഗത്തെ എഡ്ജിൽ ഒന്ന് കുറച്ച് പിടിച്ച് വലിക്കുക. ദെൻ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ്. ശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡിൻ്റെ ഈ ഭാഗം, ഈ വീതി ഉണ്ടോ, വീതി ഒന്ന് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടേണ്ടി വരും. അപ്പം അപ്പോൾ വിചാരിക്കുക ഹൈറ്റ് കൂട്ടിയാൽ മതി എന്ന് വിചാരിക്കുക. കാരണം ഇനിയിപ്പോൾ നമ്മൾ വീതി കുറച്ച് ബസ്സൊന്നും ചെറുതാവുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ വരിക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം മുകൾക്ക് ഇങ്ങനെ അപ്പ് ചെയ്യുക. അപ്പോൾ ബസ്സിൻ്റെ ഹൈറ്റ് കൂടുന്നതായിട്ട് നമുക്ക് ഈ ക്യൂബിൻ്റെ ഹൈറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹൈറ്റ് മതിയെങ്കിൽ ഈ ഹൈറ്റ് മതി. അപ്പോൾ എത്ര എടുക്കണമെന്നുള്ളൂ. ദെൻ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് നീക്കാം, ദെൻ ഇങ്ങോട്ട് നീക്കാം, ഏത് പൊസിഷനിൽ വന്നാലും. ദെൻ ഇത്രയൊക്കെ നമ്മൾ ഒരു ബേസിക്കായിട്ട് ഇതിൽ പറയാനുള്ളത്. സോ ഓക്കെ, ദെൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾസ് എടുത്തിട്ട് ഓർത്തോ ക്യാമറ എന്നുള്ള ഈ ഒരു ക്യാമറ ഓണാക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ ഇങ്ങനെയുള്ള പിക്ചറൊക്കെ വരും, അതായത് ഡയറക്റ്റ് പിക്ചർ കയറുന്ന നമുക്ക് കൃത്യമായാലും കറക്റ്റ് അതുപോലെയാണ് കാട്ടുക. സോ ഗൈസ്, നമുക്ക് ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക് എടുക്കുക. അതിനുശേഷം ഡ്രോ ആൻഡ് കട്ട് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് കുറച്ച് മടിക്കും. ഓക്കെ, നമുക്ക് ഓർത്തോ ക്യാമറ ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ആവശ്യമില്ല. ഓർത്തോ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡ്രോ ആൻഡ് കട്ട് എടുത്തതിന് ശേഷം യൂസ് ചെയ്യുക. നമുക്കിത് ഇനി വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ ടച്ചിങ്സ് പരിപാടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കർവ് ചെയ്യണം. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം.
ദെൻ നമ്മൾ സ്റ്റിക്കിന് ഒന്നുപാടെയും ഡബിൾ ടച്ച് ചെയ്യാൻ ശേഷം നമുക്ക് ബേവലിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കർവ് ആകും. നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ കാണുകയില്ല കേട്ടോ. അങ്ങനെ കാണുന്നുള്ളൊരു ഇത് വേണ്ട നമുക്ക്. ദെൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത സ്റ്റിക്ക് എടുക്കുക, ബ്രേവൽ ചെയ്യാം. ദെൻ ഇതിൻ്റെ അടിഭാഗം നമുക്കിങ്ങനെ ആക്കാൻ നിർബന്ധമില്ല. ഓക്കെ, സോ വൺ മോർ ടൈം നമ്മൾ ഇവിടെ കൂടി, അതായത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കർവ് വേണ്ടി വരും. ബ്രേവൽ ചെയ്യാം. മുൻഭാഗത്ത് ആവശ്യമില്ല. ഓക്കെ, രണ്ട് ഭാഗത്ത് മിറർ സൈഡ്സായി, മിറർ ഫുൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ മിറർ സൈഡ്സായി നമ്മളിപ്പോൾ ബേവൽ ചെയ്തു. then നമുക്ക് ബാക്ക് റെഡി ആക്കിയ ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ZSൻ്റെ ബാക്ക് വാൽ ഇല്ലെങ്കിലും നമ്മൾ ZSൻ്റെ ബാക്ക് വാൽ ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ബാക്ക് മിററിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് റെഡി ആയിട്ടുണ്ട്. ദെൻ ഞാൻ ഇപ്പോൾ ഇത് നോക്കി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ZS ഇല്ലേ, അതിൻ്റെ ബാക്ക് ഏകദേശം നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കോപ്പി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടി വേണ്ടി വരും. സോറി, നടക്കുമെന്ന് തോന്നുന്നില്ല, നോക്കാം. നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതും ഡിലീറ്റ് ചെയ്യാം. സോ ഇതും പിന്നെ ഇത്രയൊക്കെ തന്നെ. ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മൈ ഗോഷ്, ഓക്കെ, വിൻഡോൻ്റെ ഭാഗം ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് റിമൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ ഈ ഒരു ചെറിയ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ ആ ഒരു ഇഞ്ച് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദെൻ നമുക്കിനി ഈ ഒരു ബാക്ക് ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ കൂടി ചെയ്യാനുണ്ട്. ഇത്ര ഉണ്ടാവുള്ളൂ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം. ഓക്കെ, ഞാൻ ഓർത്തോ ക്യാമറ എടുത്ത് കാട്ടിത്തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ബാക്ക് വശം. ഇപ്പം നമ്മൾ റെഡി ആയത്. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ ബസ്സിൻ്റെ സൈഡ് ഭാഗം. മുൻഭാഗം റെഡി ആയിട്ടില്ല. രണ്ടാമത്തെ സൈഡ് ഭാഗം, അതായത് റൈറ്റ് സൈഡാണിത്, മറ്റേത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, തിരിച്ച് ബാക്കിലോട്ട് വരാം. ഓർത്തോ ക്യാമറ ഓഫ് ആക്കാം, പെർസ്പെക്റ്റീവ് ആക്കാം. ദെൻ നമുക്ക് ബാക്ക് വരച്ച് തുടങ്ങാം. ദെൻ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ചില പിഴവുകളൊക്കെ വരും, അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മുൻഭാഗം ചെയ്യും. ഇപ്പം നമുക്ക് ചെറിയൊരു പടി കൂടിയുള്ളൂ. ഇവിടെ ഒരു ഇത് വരക്കൽ, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മളെ ഡിക്ക് വരക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ പണി. ബാക്കത്തെ ഡിക്ക് വരക്കൽ മാത്രമേ ഉള്ളൂ പണി. ഇപ്പം നമുക്ക് ചെയ്യാം. ഓക്കെ, കുറേയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ. പക്ഷെ സ്റ്റഡി ആയിട്ട് എനിക്കൊരു ചെറിയൊരു പക്ഷെ ഇത് നമുക്ക് വലുതാക്കാൻ വെച്ച് ഒന്ന് തള്ളിക്കാനും പുള്ള ചെയ്യാനും പറ്റും, അതൊരു ഗുണമാണ്. ഓക്കെ, ഇപ്പം ഇത്രയും റെഡിയായ സ്ഥിതിക്ക്
നമുക്ക് ചെറിയൊരു പണി കൂടി ബാക്കി. ഓക്കെ, ആ പണി ഇവിടെ കർവാക്കി ആയിട്ടുണ്ടായില്ലേ, ഈ ഒരു ഐറ്റം, അതായത് ഈ ഒരു ഐറ്റം നൈസ് ഡിലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഓക്കെ ഡ്രോ. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്ത് കോപ്പി അടിച്ച് ചെയ്യാൻ ചില്ലറ പണിയൊന്നുമല്ല. ഇവിടുന്ന് ഇങ്ങനെ ഇപ്പുറത്തെ ഈ വീതി കുറച്ച് കൂട്ടാം. കുറച്ചുകൂടെ കുറഞ്ഞു പോയോ എന്ന സംശയം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഓവറായി. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ വന്നാലും നമ്മൾ വിട്ടു കൊടുക്കരുത്. ഇതും ഇച്ചിരി കൂട്ടാം. ഓക്കെ, റെഡിയല്ലേ? നമുക്ക് ഈ വരയും കാര്യങ്ങളൊക്കെ റെഡിയല്ലേ. ഇനി ഈ വരകൾ മൊത്തം നമുക്കൊന്ന് മായ്ച്ച് നോക്കാം. ശേഷം ചെറിയൊരു പണിയുണ്ട്, ഇതൊന്ന് വലിക്കണം. ഓക്കെ, നമുക്ക് വരകൾ എക്സ്ട്രാ വന്നിട്ടുള്ള വരകൾ നമുക്കൊന്ന് മായ്ച്ച് കളയാം. ഇത്രയും ആയിട്ട് നമ്മളെ ബാക്ക് ഓക്കെ പ്രിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ആകെ റെഡിയാക്കിയത് നമ്മൾ ബാക്ക് മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ബാക്കാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്തിട്ട് പറ്റുന്ന മാതിരി ഒന്ന് റെഡിയാക്കിയ ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് റെഡിയാക്കാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചാൽ നമ്മൾ വിടുന്ന ഓരോ പാർട്ടും വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നതാണ് കേട്ടോ. ദെൻ നമുക്കിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ ഗൈസ്.